ഹലോ ഫ്രണ്ട്സ്, വാണ്ടർലസ് ടൂറിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാജാക്കന്മാരുടെ നാട് അല്ലെങ്കിൽ മലനിരകളുടെ നാട്, രാജസ്ഥാനെ വിശേഷിപ്പിക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട അല്ലേ? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളിലൊന്നായ ആരവല്ലി പർവ്വതനിരകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവയാൽ ചുറ്റപ്പെട്ടൊരു കാട്, രൺതംബോർ ടൈഗർ റിസർവ്. നമ്മളിന്ന് കടുവകളെ തേടി ഈ ഒരു കാടിനുള്ളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ കവാടം കഴിഞ്ഞാൽ കാട് തുടങ്ങുകയായി. ഈ കവാടം ശരിക്കും ഒരു അതിർവരമ്പൊന്നുമല്ല. ഇതിന് മുൻവശത്തേക്ക് നമുക്ക് ടൈഗറിൻ്റെ പക്മാർക്കൊക്കെ കാണാവുന്നതാണ്. നമ്മൾ ആദ്യം കണ്ട കവാടം ഒരു ഫോർട്ടിൻ്റെ ഭാഗമാണ്, രൺതംബോർ ഫോർട്ട്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം കാടിനുള്ളിലായിട്ടാണ് ഈ ഒരു ഫോർട്ട് നിലനിൽക്കുന്നത്. ഈ ഒരു ഫോർട്ട് വരെ പബ്ലിക്കിന് അലൗഡാണ്, കാരണം അതിന് മുകളിലൊരു അമ്പലവും ഖബറിസ്ഥാനും ഒക്കെ ഉണ്ട്. വഴിയരികിൽ തന്നെ നമുക്ക് കുറേയധികം മ്ലാവുകളെ കാണാം. വാഹനം തൊട്ടടുത്തൂടെ പോയിട്ട് പോലും അവർക്ക് പേടിയില്ലേ, ഇറങ്ങാതെ നിൽക്കുന്നുണ്ടോ? ഇവർക്കിത് കണ്ട് നല്ല പരിചയമാണ്, അതുകൊണ്ട് തന്നെ വാഹനങ്ങളെ ഒന്നും ഇവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. മ്ലാവുകൾ മാത്രമല്ല, ഈ റൂട്ടിലും ഫോർട്ടിൻ്റെ പരിസരത്തുമായിട്ട് ഏകദേശം 15ഓളം കടുവകളാണ് പാസ് ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ മ്ലാവുകൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ മുൻപിലേക്കുള്ള കാഴ്ചകൾ തേടിപ്പോകാം. പോകുന്ന വഴിക്ക് നമുക്ക് ഫോർട്ടിലൊന്ന് കയറാം, അതിനുശേഷം നമുക്ക് നേരെ കാടിനുള്ളിലേക്ക് പോകാതെ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ഫോർട്ട് വരെ പബ്ലിക്കിന് അലൗഡാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ദിവസവും ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അത് ഫോർട്ടിൻ്റെ കാഴ്ച കാണാനും അമ്പലത്തിലേക്കും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അതുകൂടാതെ ഭാഗ്യമുണ്ടെങ്കിൽ കടുവകളെയും കാണാൻ പറ്റും. ഈ ഒരു ഫോർട്ട് കടുവകളുടെ ടെറിട്ടറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഇതിനകത്തേക്ക് അവർ വളരെ ഫ്രീ ആയിട്ട് കയറി വരാറുണ്ട്. ആൾക്കാരുള്ള സമയത്ത് തന്നെ ഇതിനകത്തോടെ കടുവകൾ പാസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കോട്ടയുടെ മുകൾ ഭാഗത്തെ കാഴ്ചകളാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടദിവസം ആയതുകൊണ്ട് ഇന്നധികം തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല തിരക്ക് കാണുന്നതാണ്. ഒറ്റയ്ക്ക് ഇതിൽ നടക്കുമ്പോൾ എന്താണേലും പേടിക്കണം, സൂക്ഷിച്ച് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. കാര്യം ഇതുവഴി കടുവ വരുമെന്ന് പറയാൻ പറ്റില്ല. മലമുകളിലെ ഒരു ജലസ്രോതസ്സാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിനോട് ചേർന്നൊരു ഖബറിസ്ഥാനുമുണ്ട്. ഖബറിസ്ഥാൻ മാത്രമല്ല, ഒരു അമ്പലം കൂടിയുണ്ട് കേട്ടോ ഇതിന് മുകളിലായിട്ട്. ദൂരെയായി കാണുന്നതാണ് രൺതംബോർ കാടുകൾ. നമുക്ക് സഫാരി പോകേണ്ടത് ആ ഒരു കാടിനുള്ളിലേക്കാണ്. ഈ ഒരു ഫോർട്ടിൻ്റെ എൻട്രൻസിൽ നമുക്ക് ഗൈഡുമാർ അവൈലബിൾ ആണ്. ശരിക്കും ഈ ഒരു ഫോർട്ട് കാണാൻ കയറി വരുമ്പോഴത്തേന് ഒരു ഗൈഡിനെ കൂട്ടി കയറി വരുവാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. കുറേ ചരിത്ര വികാസങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളൊരു ഫോർട്ടാണ്. പക്ഷേ നമ്മൾ കാട് കാണാൻ വന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫോർട്ടൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകാൻ എന്നുള്ള ലക്ഷ്യത്തോടാണ് കയറി വന്നത്. എന്താണേലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ തിരിച്ചിറങ്ങുവാണ്. ഫോർട്ടിൻ്റെ മുൻപിലൊരു ഗേറ്റ് ഉണ്ട്, ജോഗിമഗൽ ഗേറ്റ്. ആ ഒരു ഗേറ്റ് കടന്നാണ് നമ്മൾ കാടിനുള്ളിലേക്ക് പോകുന്നത്. മുൻപിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു കവാടം കൂടി കാണാം. പ്രകൃതിദത്തമായ കവാടം എന്നാണ് കേട്ടോ ഇതിൻ്റെ വിളിപ്പേര്. ആൽമരമാണ് നിൽക്കുന്നത്. ഈ ഒരു റൂട്ട് വഴിയാണ് സോൺ 2ലേക്കും 3ലേക്കും 4ലേക്കും ഒക്കെ പോകുന്നത്. നമ്മളിവിടെ 2 ദിവസം കൊണ്ട് 4 സഫാരികളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൈറ്റിങ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരു കൂട്ടം മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ? ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ച എപ്പോഴും കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അതിങ്ങനെ കണ്ടിരിക്കാൻ രസമാണ്, പ്രത്യേകിച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ചിങ്കാരമാനുകളെ കണ്ടോ? വളരെ റെയറായിട്ട് കാണാൻ കിട്ടുന്ന കാഴ്ചയാണ്. കാര്യം ഇവർക്ക് മനുഷ്യർ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുള്ള സ്ഥലങ്ങളിൽ ഇവരെ കാണാറില്ല. നല്ല കൊമ്പൊക്കെയുള്ള ആളാണ് മെയിൽ, മറ്റേത് ഫീമെയിലാണ്. ഇവരെപ്പോഴും ഫാമിലി ആയിട്ടാണ് നടക്കുന്നത്. കുട്ടിയുണ്ടെങ്കിൽ കുട്ടികൾ ഇവരോടൊപ്പം കാണും.
അതുകൊണ്ട് അവർ പതിയെ കാടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. ഇന്ത്യൻ കാടുകളിൽ കാണുന്ന ആൻറ്റിലോപ്പ് വർഗ്ഗത്തിൽപ്പെട്ട ജീവികളിലൊന്നാണ് ഈ ഇന്ത്യൻ ഗസൽ എന്ന് വിളിക്കുന്ന ചിങ്കാരമാനുകൾ. അവിടെ കുറേ വണ്ടികൾ കൂട്ടമായിട്ട് നിൽപ്പുണ്ട്. സൈറ്റിംഗ് ഉണ്ടാകാനാണ് സാധ്യത. ചില സമയത്ത് കോളും ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത്രയധികം വണ്ടികൾ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സൈറ്റിംഗ് തന്നെ ആകാനാണ് സാധ്യത. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ടൈഗറസ് ആണ്, ശക്തി എന്നാണ് കേട്ടോ ഈ കടുവയുടെ പേര്. ഒപ്പം അതിൻ്റെ കബ്ബുണ്ട്. കബ്ബ് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മരത്തിൻ്റെ കീഴെ ഒരു പാറയുടെ പുറത്ത് നിൽക്കുന്നത് കണ്ടോ. അതും കിടന്നു. പകൽ സമയത്ത് കൂടുതലും കടുവകൾ ഇതുപോലെ വിശ്രമിക്കുമായിരിക്കും ചെയ്യാറ്. കാരണം ഇവർ രാത്രി സഞ്ചാരികളാണ്. ശക്തി നല്ല ഉറക്കത്തിലേക്ക് മാറി. എന്താണെങ്കിലും കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണീക്കുമോയെന്നറിയാം. എണീക്കാനുള്ള സാധ്യത കുറവാണ്. കുറച്ചധികം സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തെങ്കിലും മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകത്തുകൊണ്ട് നമ്മൾ മുൻപിലേക്ക് പോവുകയാണ്. എണീക്കാൻ സാധ്യതയില്ലെന്ന് നമുക്കറിയാമായിരുന്നേ. ഇപ്പം നമ്മൾ ചെല്ലുന്നത് വലിയൊരു തടാകത്തിൻ്റെ കരയിലേക്കാണ്. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടാവും. കുറേ കഷണ്ടിത്തലയന്മാരെന്ന് നിരപിടിക്കുന്നത് കണ്ടോ. കളിയാക്കിയതല്ല, മലയാളത്തിൽ ഇവന്മാരുടെ പേര് കഷണ്ടിത്തലയൻ കൊക്കെന്നാണ്. ഇത് നമ്മുടെ ആനറാച്ചി പക്ഷിയാണ് കേട്ടോ. പുള്ളി കുറേ നേരമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഒരാൾ ഇരിക്കുന്നതുണ്ടോ, അതുപോലെ ഇരിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഫൈനലി ആളിതാ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എത്ര മുതലകളാണ് നിരന്ന് കിടക്കുന്നതെന്ന് നോക്കി. ഈ തടാകത്തിൽ ഒരുപാട് മുതലകളുണ്ട്. ഈ തടാകത്തിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ കാണുന്ന കൈത്തോടുകളിൽ വരെ മുതലകളുണ്ട്. അതാണ്ട് ഈ പുള്ളി കരയ്ക്ക് കയറിയിരിക്കുന്നത് മീനെ നോക്കിയല്ല, പകരം മുതലക്കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ്. മുതലക്കുഞ്ഞുങ്ങൾ വെയിൽ കായാൻ വേണ്ടി കരയിലേക്ക് കയറി വരാറുണ്ട്. ആ സമയത്ത് പുള്ളി അവന്മാരെ പിടിച്ച് അകത്താക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ജോഗി മഹൽ. പണ്ട് ഈ രണ്ടംപൂർ ഫോറസ്റ്റ് ജയ്പൂർ രാജാക്കന്മാരുടെ ഒരു ഹണ്ടിങ് ഗ്രൗണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് വെറുതെ കിടക്കുകയാണ്. അങ്ങനെ തടാകക്കരയിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് മുൻപിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേനാണ് ദൂരെ വെള്ളത്തിൽ നമുക്ക് ഒരു കടുവ കിടക്കുന്നത് കാണാം. ദ നൊട്ടോറിയസ് ക്യൂൻ ഓഫ് രണ്ടംപൂർ എന്നറിയപ്പെടുന്ന റിദ്ദിയാണ് കിടക്കുന്നത്. റിദ്ദിക്കിപ്പോൾ 3 മക്കളുണ്ട്. അതിലൊരാൾ സ്വന്തം ടെറിട്ടറിയൊക്കെ തേടിപ്പോയി. ബാക്കി 2 പേരൊപ്പം ഉണ്ട്. അവരും ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട്. നോക്കി, ഒരു പവിഴക്കാലി വളരെ ധൈര്യത്തോടെ കടുവയുടെ മുമ്പിൽ കൂടെ പോകുന്നുണ്ടോ. ധൈര്യശാലി. ഇവിടെ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. റിദ്ദി എണീക്കുമോ എന്ന് നോക്കാം. എണീക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ കിടക്കാനേ സാധ്യതയുള്ളൂ. ഫൈനലി ആൾ എണീറ്റിട്ടുണ്ട്. എന്നാ സീനാന്ന് നോക്കി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാര്യം നമ്മുടെ ആദ്യത്തെ സൈറ്റിങ്ങിന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സോ ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നേ. നമ്മുടെ വണ്ടിക്ക് നേരെയാണ് കേട്ടോ ആൾ വരുന്നത്. ആൾ പതിയെ നടന്ന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇവിടെ കിടക്കാനുള്ള വട്ടം കോട്ടുമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വണ്ടികളൊക്കെ വന്നപ്പോൾ ആൾക്ക് ചെറിയൊരു ഡിസ്റ്റർബായിട്ട് പതിയെ കുറച്ച് മറയുള്ള സ്ഥലത്തേക്ക് മാറിക്കിടന്നതാണ്. എന്താണെങ്കിലും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. റിദ്ദി ഇറങ്ങാൻ സാധ്യതയില്ല, പക്ഷേ കുട്ടികൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ഡ്രൈവർ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് വേറെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. കുറേ മ്ലാവുകളും മാനുകളും ഒക്കെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങേ കരയിൽ 2 മ്ലാവുകൾ നിൽക്കുന്നുണ്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം അല്ലേ. ഇവിടെ ഒരുത്തൻ വായൊക്കെ പൊളിച്ച് വെയിൽ കാഞ്ഞ് കിടക്കുന്നത് കണ്ടോ. ഇതുപോലെ റിദ്ദി നല്ല വിശ്രമത്തിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ കുട്ടികൾ ഇറങ്ങി വന്നില്ല. ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. സോ മുൻപോട്ട് പോകുവാണ്. നോക്കി, നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലം. മരങ്ങളെല്ലാം ഇലപൊഴിച്ച് നിൽക്കുകയാണ്. ഇവിടെ ചെറിയ രീതിയിൽ വേനൽ മഴയൊക്കെ കിട്ടിയിരുന്നു. ചെറിയ സ്ഥലത്തൊക്കെ ചെറിയ പച്ചപ്പ് നമുക്ക് കാണാം. പക്ഷേ മിക്ക സ്ഥലങ്ങളും ഇതുപോലെ ഉണങ്ങിക്കിടക്കുവാണ്. വീണ്ടും നമുക്കൊരു ടൈഗറസിനെ കാണാം. കുറച്ച് ദൂരത്തിലാണ്. ദ ഐക്കോണിക് ക്യൂൻ ഓഫ് രണ്ടംപൂർ എന്നറിയപ്പെടുന്ന ആരോ ഹെഡാണ്. വളരെ ക്ഷീണിതയായിട്ടാണ് ഇവളെ കാണുവാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആൾ ജീവനോടെ ഇല്ല. ജൂൺ 19 മരണപ്പെടുകയുണ്ടായി. ബ്രെയിൻ ട്യൂമറായിരുന്നു മരണകാരണം.
മരണപ്പെടുമ്പോൾ ഏകദേശം 11 വയസ്സോളമാണ് ആരോ ഹെഡിനുണ്ടായിരുന്നത്. വേൾഡ് ഫേമസ് ക്രൊക്കഡൈൽ കില്ലറായ മച്ചിലിയുടെ കൊച്ചുമകളും നമ്മൾ കുറച്ചു മുമ്പ് കണ്ട റിദ്ദിയുടെ അമ്മയുമാണ് ആരോ ഹെഡ്. 4 തവണയാണ് ആരോ ഹെഡ് കടുവകൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. ആദ്യത്തെ പ്രസവത്തിൽ 3 കുട്ടികളായിരുന്നു. 3 പേരും സർവൈവ് ചെയ്തില്ല. രണ്ടാമത്തെ പ്രസവത്തിലാണ് റിദ്ദി ഉണ്ടായത്. റിദ്ദിയോടൊപ്പം മറ്റൊരു പെൺകടുവ കൂടിയുണ്ട്, സിദ്ധി. മൂന്നാമത്തെ പ്രസവത്തിലും 3 കുട്ടികളുണ്ടായെങ്കിലും അവയും സർവൈവ് ചെയ്തില്ല. 4ാമത്തെ പ്രസവത്തിലും 3 കുട്ടികളാണ് ഉണ്ടായത്. അതിൽ 2 പേരിപ്പോൾ ഒപ്പമുണ്ട്. ഒരാൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കാരണം റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. ആരോ ഹെഡ് തൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷ്വൽ പകർത്തുമ്പം ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഡ്രൈവർ അത് പറഞ്ഞത്. അടുത്ത ദിവസവും നമുക്ക് ആരോ ഹെഡിനെ കാണുവാൻ സാധിച്ചു. തടാകത്തിൻ്റെ അങ്ങേക്കരയിലൂടെ നടന്നു പോവുകയാണ്. തടാകക്കര ഉൾപ്പെടുന്ന വലിയൊരു ഏരിയയാണ് ആരോ ഹെഡിൻ്റെ ടെറിട്ടറി. അതുകൊണ്ട് തന്നെ ഇവളും മച്ചലിയെപ്പോലെ മുതലപിടുത്തത്തിൽ പേരെടുത്ത് വരികയായിരുന്നു. ആരോ ഹെഡിനെ ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ അക്കരക്കരയിൽ ചെന്നുവെങ്കിലും ആളെ കാണുവാൻ സാധിച്ചില്ല. അപ്പോഴേക്കും കാടിനുള്ളിലേക്ക് കയറിപ്പോയി. അവളുടെ അവസാന കില്ലൊരു ക്രോക്കഡൈലാണ്. അത് ഫോട്ടോഗ്രാഫി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അക്കരെ ചെന്നപ്പോഴത്തേന് ആ ഒരു കില്ല് കാണാൻ സാധിച്ചേ. അവൾ ഈ ഒരു കാടിനുള്ളിൽ എവിടോ മറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കണ്ട ജോഗി മകലിനടുത്ത് വെച്ചിട്ടാണ് ആരോ ഹെഡിൻ്റെ ബോഡി കിട്ടിയത്. 2-3 ദിവസം മുമ്പ് വരെയും 2 കുട്ടികളും ആരോ ഹെഡിനൊപ്പം ഉണ്ടായിരുന്നു. അവസാന ദിവസങ്ങളിൽ കുട്ടികളെ ആരോ ഹെഡ് മാറ്റി നിർത്തിയിരുന്നു. അവർ സബ് അഡൽട്ട് ആയതാണ്. അതുകൊണ്ട് തന്നെ ഹണ്ട് ചെയ്യാനൊക്കെ അവർ ഓക്കെയാണ്. ഉച്ച കഴിഞ്ഞത്തെ സഫാരിക്ക് നമ്മൾ കയറി ഒരു അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആദ്യത്തെ സൈറ്റിങ് ഒരു മെയിൽ ടൈഗർ റോഡിനോട് ചേർന്ന് വെള്ളത്തിൽ കിടപ്പുണ്ട്. നോക്കി, റോഡിനോട് എത്രമാത്രം ചേർന്നാണ് കിടക്കുന്നതെന്ന്. ഇവൻ്റെ പേര് ഗണേശ് എന്നാണ്. പെട്ടെന്ന് ഇവനെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഇവൻ്റെ 2 കണ്ണുകൾക്കും 2 കളറുകളാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരു കണ്ണിലെന്തോ ഇൻഫെക്ഷനൊക്കെ വന്നതാണ്. 2-3 തവണ ട്രീറ്റൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവൻ ആ ഒരു കണ്ണിൻ്റെ കളർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കണ്ണിന് ചെറിയ രീതിയിൽ കാഴ്ചക്കുറവുണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നു. ഇവനൊരു ഉശിരൻ മെയിലാണ് കേട്ടോ. വലിയൊരു ഏരിയയാണ് പുള്ളി കൈയടക്കി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പുള്ളിക്ക് യാതൊരു പേടിയില്ല. എത്ര വണ്ടികളാണ് നിരന്ന് കിടക്കുന്നത്. പക്ഷെ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉച്ചയ്ക്ക് വെള്ളത്തിൽ ചില്ല് ചെയ്യുവാണ്. നിങ്ങൾക്കിതുപോലെ കടുവകളെയും പുലികളെയും സിംഹങ്ങളെയും തൊട്ടടുത്ത് കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളെ വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കാടുകളൊക്കെ മഴ സീസൺ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. ഒക്ടോബറിൽ ഇതെല്ലാം റീഓപ്പൺ ചെയ്യും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഇവരെ കാണുവാനായിട്ട് കാടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. 3 ഫോറസ്റ്റുകളിലായിട്ട് നമ്മൾ 11 സഫാരികളാണ് ചെയ്യുന്നത്. സ്റ്റേയും ഫുഡും സഫാരി എല്ലാം കൂടെ ചേർത്തിട്ട് 43,000 രൂപയാണ് പാക്കേജ് കോസ്റ്റ് വരുന്നത്. ഈ 43,000 രൂപ നിങ്ങൾ ഒറ്റയടിക്ക് അടക്കേണ്ട കാര്യമില്ല. 4 തവണകളായിട്ട് തന്നാൽ മതി. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. കടുവകൾ എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത് കരയോട് ഫേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവരുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടായിരിക്കും അല്ലേ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പുറകിൽ നിന്ന് മുതല വല്ലതും വന്ന് കടിച്ചാൽ എന്ത് ചെയ്യും അല്ലേ? വെള്ളത്തിലേക്ക് ഇറങ്ങുന്നേ. ഇനി നമുക്ക് കടുവയുടെ വെള്ളത്തിലെ കുളിസീൻ കാണാവേ. ഇവർ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിങ്ങനെ വെറുതെ കിടക്കാൻ മാത്രമല്ല, വെള്ളത്തിലിറങ്ങി കളിക്കാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. ആൾ പതിയെ എണീറ്റ് പോവുകയാണെന്ന് തോന്നുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. കാര്യം ഒരുപാട് വാഹനങ്ങളും അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടുമായി. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ പതിയെ എണീറ്റ് പോകണം. എന്താണേലും ഇങ്ങേ സൈഡിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വലിയ നീണ്ട നിരയാണ് വാഹനങ്ങളുടെ. അങ്ങേ സൈഡിലേക്ക് കാട്ടിലേക്ക് കയറി പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അങ്ങേ സൈഡിലേക്ക് തന്നെയാണ് ആൾ പോകുന്നത്. അങ്ങനെതാ പുള്ളി പതിയെ കാടിനുള്ളിലേക്ക് പോവുകയാണ്. നോക്കിയാൽ ചെറിയൊരു കാട്ടുമുയലിരിക്കുന്നുണ്ട്. പുള്ളി ഒളിഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ കണ്ടേ, നമുക്ക് മുയലുകളെല്ലാം റാബിറ്റാണല്ലേ. പക്ഷേ കാട്ടുമുയൽ അങ്ങനല്ല. കാട്ടുമുയൽ ഇന്ത്യൻ ഹെയർ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഒരു റെഡ് ഹെഡഡ് വൾച്ചറാണ് കേട്ടോ പറക്കുന്നത്.
സാധാരണ ഇവന്മാരെ അങ്ങനെ പറന്ന് കാണാറില്ല, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നതായിരിക്കും കൂടുതലും കാണുന്നത്. ഇവരൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ്. ഹനുമാൻ ലങ്കൂറിൻ്റെ ഒരു ഫാമിലി, വളരെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഹനുമാൻ ലങ്കൂറുകളെ അപേക്ഷിച്ച് ഇവർക്ക് കളർ വ്യത്യാസം, സൈസ് വ്യത്യാസം ഒക്കെ ഉണ്ട് കേട്ടോ. നോർത്തിലേക്ക് ശരിക്കും ഇവർ നോർത്തേൺ ലങ്കൂർ എന്നാണ് അറിയപ്പെടുന്നത്, ഹനുമാൻ ലങ്കൂർ എന്നല്ല. വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് തടാകക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ മ്ലാവുകളെയും മാനുകളെയൊക്കെ കാണാവേ. പിന്നെ കുറേ മുതലകളുണ്ട് കേട്ടോ. കുട്ടി മുതലകളൊക്കെ കൈത്തോടുകളിലും വലിയ മുതലകൾ തടാകങ്ങളിലുമാണ് കൂടുതലും കാണാറുള്ളത്. തടാകത്തിൽ ചെറിയ മുതലകളില്ല എന്നല്ല കേട്ടോ, പക്ഷേ കൂടുതലും അങ്ങനെയാണ് കാണാറുള്ളത്. നോക്കി ഒരു മുതലയുടെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. തൊട്ടടുത്ത് മാൻ നിൽപ്പുണ്ട്. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് മുതലകൾ കൂടുതലും മീനുകളെയാണ് ഭക്ഷിക്കാറുള്ളതെന്നാണ്. ആനിമൽസിനെ അവർ അറ്റാക്ക് ചെയ്യാറുണ്ടില്ല എന്നല്ല, പക്ഷേ കുറവാണ്. ദേ ഒരുത്തൻ കിടന്ന് ചൊറിയുന്നത് കണ്ടോ. ഇനി ഇവിടെ കടുവകളെ മാത്രമല്ല കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ലെപ്പേഡിനെ അതുപോലെ തന്നെ സ്ലോത്ത് ബിയറിനെയൊക്കെ കാണാൻ സാധിക്കുക. പക്ഷേ ലക്ക് പോലെയാണ്. അതുപോലെ തന്നെ റയറായിട്ട് നമുക്ക് ഹൈനകളെ കാണാൻ സാധിക്കുക. ഇതുവരെ നമുക്കിവിടെ ലെപ്പേഡിനെയും ഹൈനയും സ്ലോത്ത് ബിയറിനെയും കിട്ടിയിട്ടില്ല. നമ്മുടെ അടുത്ത സഫാരിയിൽ അത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അലാം കോളുണ്ട്, വാഹനങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുവാണ്. റിദ്ദിയുടെ സോണാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് റിദ്ദിയും പിള്ളേരെയും ഒരുമിച്ച് കാണാൻ പറ്റുമായിരിക്കാം, അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ നിന്ന സ്ഥലത്തല്ല കേട്ടോ, കുറച്ചുകൂടെ മാറിയിട്ടതാ റിദ്ദി വരുന്നുണ്ട്. എന്താ കാഴ്ചയല്ലേ. പ്രജകളെ പോലെ കുറേ ആൾക്കാരിങ്ങനെ സൈഡിൽ നിൽക്കുന്നു. പുള്ളിക്കാരി രാജകീയമായിട്ട് അങ്ങനെ നടന്നു പോവാണ്. ഇവരുടെ മൂവ്മെൻറ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ കപ്സും പിന്നാലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യും കപ്സ് വരാൻ നോക്കിയിട്ട്. 3 കപ്സാണ് റിദ്ദിക്കുള്ളത്. അതിൽ 2 മെയിലും 1 ഫീമെയിലുമാണുള്ളത്. ഫീമെയിൽ ഓൾറെഡി ടെറിട്ടറിയൊക്കെ ഉണ്ടാക്കിപ്പോയി. 2 മെയിലും അമ്മയോടൊപ്പം തന്നെയുണ്ട്. സാധാരണ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. നല്ല ഓപ്പൺ പ്ലേസിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കടുവകളെ കാണാൻ സാധിച്ചേ. റിദ്ദിയുടെ ഈ 2 മക്കൾക്കും പേരുണ്ട്. ഒരാൾ ശുഭ്, ഒരാൾ ലവ്. ഇതിലേതാണ് ശുഭ് ഏതാണ് ലവ് എന്ന് നമുക്കറിയത്തില്ല, ഇവിടുത്തെ ചേട്ടന്മാർക്കറിയാവേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാധാരണ മെയിലാണ് ആദ്യം ടെറിട്ടറി ഉണ്ടാക്കി പോകാറ്, ഫീമെയിലല്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. 2 ആൺകടുവകളും അമ്മയോടൊപ്പം തന്നെയുണ്ട്. ആൺകടുവ ടെറിട്ടറി ഉണ്ടാക്കി പോകുമ്പം പെൺകടുവകൾ കുറച്ച് നാളും കൂടെ അമ്മയോടൊപ്പം നിൽക്കാറാണ് പതിവ്. അവർക്ക് ആ ഒരു ടെറിട്ടറി വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ അമ്മയുമായിട്ട് അവർ ഫൈറ്റും ചെയ്യും കേട്ടോ. ഫൈറ്റിന് അമ്മ തോറ്റാൽ ആ ടെറിട്ടറി അവർക്ക് വിട്ടുകൊടുത്ത് അമ്മ പുറത്തേക്ക് പോകും. അതിൽ നമ്മൾ ആണുങ്ങൾ ഡീസൻ്റാണ്, സ്വന്തമായിട്ടൊരു ടെറിട്ടറിയൊക്കെ കണ്ടെത്തി അങ്ങ് പൊക്കോളും. ടെറിട്ടറി മാർക്കിംഗ് ആണ് ഇതൊക്കെ. അമ്മയിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇവരുടെ വളരെ ചെറുപ്പത്തിൽ ഇവർക്ക് അമ്മ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇവർക്ക് ഹണ്ട് ചെയ്യാനുള്ള പ്രാക്ടീസൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. 2 ആളും അമ്മ പോയ വഴിക്കല്ല പോകുന്നത്. അങ്ങേ സൈഡിൽ വേറെ സോണാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ വേറെ സോണിലെ വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ പോലെ കാഴ്ച കിട്ടും. റിദ്ദി വേറെ വഴിക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് റിദ്ദിയുടെ പുറകെ പോകാം. റണ്ടംബൂറിലെ എൻ്റെ ആദ്യത്തെ ടൈഗർ സ്പോട്ടിങ് ഇതാ ഈ ഒരു പ്ലേസിൽ നിന്നായിരുന്നു. അതും റിദ്ദിയാണ് കേട്ടോ കണ്ടത്. 2021 ഈ പുല്ലുകൾക്കിടയിൽ നിന്നും ആൾ വെളിയിലേക്ക് വരുന്ന സീനായിരുന്നു കണ്ടിരുന്നത്. അങ്ങേ കരയുന്ന റിദ്ദി പതിയെ നടന്നു വരുന്നുണ്ട്. ഇവിടെ കുറേ മാനുകൾ കൂട്ടമായിട്ട് നിൽപ്പുണ്ട്. നിലവിലെ മാനുകൾ ടൈഗറിനെ കണ്ടിട്ടില്ല. കാരണം മാനുകൾക്ക് ടൈഗറിൻ്റെ കളർ ശരിക്കും ഒരു ക്യാമഫ്ലാജാണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ അനക്കവും അല്ലെങ്കിൽ സ്മെല്ലും ഒക്കെ കൊണ്ടാണ് കേട്ടോ ഇവരെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ അവർ കടുവയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അവരൊരു ഡൗട്ടിൽ നിൽക്കുവാണോ എന്നൊരു ഡൗട്ട്. കടുവ അങ്ങേ സൈഡിൽ കൂടെ വരുന്നത് കണ്ടോ. ഒരു ഹെറോൺ അവിടെ തലയൊക്കെ പൊക്കി നിന്ന് എങ്ങോട്ട് പോവാടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കടുവയും മാനുകളെ കണ്ടിട്ടുണ്ട്. എന്നുണ്ട് ഇങ്ങേ സൈഡിലേക്ക് തന്നെ നോക്കിയിട്ടാണ് വരുന്നത്. മേ ബി നമുക്കൊരു ഹണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടാവും, പക്ഷേ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്.
കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസിലാണ് കടുവ നടന്നു വരുന്നത്. മാനുകളിപ്പം വ്യക്തമായിട്ട് കടുവയെ കണ്ടിട്ടുണ്ട്. അവരിതാ പതിയെ അവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങി. നോക്കി എന്തേറെ മാനുകളാണ് ഉള്ളതെന്ന്. എന്നാ സീനല്ലേ അത്. മാനുകൾ ഓടി വന്നപ്പോഴത്തേന് ഇവിടെ നിറയെ വണ്ടികൾ. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആ പാടെ ഡൗട്ട് അടിച്ചു പോയി കേട്ടോ. ഫ്രണ്ടിലൊരു മെയിലാണ് നിൽക്കുന്നത്. അവൻ ലീഡറാണോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ചെറിയൊരു മാനാണ്. ഇതാ അവർ പതിയെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പൊന്നെ നോക്കി. ഓ അയ്യോ, എന്ത് കാഴ്ചയത്. എല്ലാം ഓടി കേട്ടോ അവിടുന്ന്. ദാണ്ടെ അവസാനം ഉണ്ടായിരുന്ന ആൾക്കാരും പോവാണേ. ഓയ്യോ, കടുവ ഇങ്ങ് എത്തിയില്ല കേട്ടോ. അതിനപ്പുറം തന്നെ അവർ ജീവനും കൊണ്ട് ഓടി. എന്താണേലും കടുവ ഇങ്ങോട്ടേക്ക് വന്നില്ല കേട്ടോ. ആ കുറ്റിക്കാട്ടിൽ അവിടെ ഒളിച്ചു. നോക്കി, നമ്മൾ രാവിലെ കണ്ട പോലെ വീണ്ടും ഒരു കാഴ്ചയെ. ഓ, എന്താണേലും രണ്ടമ്പൂരിലെ 3 സഫാരികൾ കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടി. ഇനി നമ്മുടെ ലാസ്റ്റ് സഫാരിയാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഒരു കടുവ കിടക്കുന്നുണ്ടോ, ആൾ വിശ്രമത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, പകൽ സമയങ്ങളിൽ കടുവ കൂടുതലും വിശ്രമത്തിലായിരിക്കും. തണലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡിയോട് ചേർന്നിട്ട് നമുക്ക് ഇവയെ കാണാൻ പറ്റുമേ. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗണേഷ് എന്ന് പറയുന്ന കടുവ തന്നെയാണ്. ഇവർ കൂടുതലും രാത്രി കാലങ്ങളിലാണ് ഹണ്ടിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നത്. പകൽ സമയത്ത് പോകില്ല എന്നല്ല കേട്ടോ, അല്ലെങ്കിൽ ഹണ്ട് ചെയ്യില്ല എന്നല്ല. പക്ഷേ കൂടുതലും രാത്രി കാലങ്ങളിലാണ് ഹണ്ട് ചെയ്യുന്നത്. ഇവരുടെ മൂവ്മെൻറ്റ് കിട്ടുന്നത് ഈ രാത്രി, അതുപോലെ തന്നെ രാവിലെ സമയത്തും ഈവനിങ് ടൈമിലായിരിക്കും. ബാക്കി മിക്ക സമയം ഇവർ ഇതുപോലെ വിശ്രമിക്കുമായിരിക്കും. എന്താണേലും വളരെ ദൂരത്തിലാണ് നമുക്ക് ആളെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവൻ്റെ കണ്ണ് കണ്ടോ, ആ ഒരു കണ്ണിനൊരു കളർ വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മുടെ സഫാരിയുടെ സമയം ഏകദേശം തീരാറായി. വേറെ കുറേ കാഴ്ചകളും കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും കണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു. ഏതായാലും ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടി. സന്തോഷത്തോടെ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. പിന്നെ നേരെ കേരളത്തിലേക്കാണ്. അതുകൊണ്ട് ഒരു കീരി ഇരിക്കുന്നുണ്ടോ, പുള്ളി ആംഗ്രി മൂഡിലാണ്. ആദ്യം എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ഇതാ ഇപ്പറ വേറൊരു കീരിയും കൂടെ ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം കൂടെ അടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതേ ഓടിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിനകത്തൊരു പാമ്പുണ്ട് കേട്ടോ. കൊന്ന പാമ്പാണ്. ഒന്നെങ്കിൽ അത് പിടിച്ചതാവാം, അല്ലെങ്കിൽ ഇത് പിടിച്ചതാവാം. ഇര തട്ടാൻ വന്ന സമയത്ത് ഓടിച്ചതാകാനാണ് സാധ്യത കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുവാണ്. പൊത്തിനകത്തൊരു പാമ്പ് കിടപ്പുണ്ട്. അതിൻ്റെ വാല് നമുക്ക് പുറത്തേക്ക് കാണാവേ. എന്താണേലും അവസാന സമയം ഇങ്ങനെ ഒരു കാഴ്ച കൂടെ കിട്ടിയത് വെറൈറ്റി ആയി. കാര്യം ആദ്യമായിട്ടാണ് കേട്ടോ. കീരി പാമ്പിനെ പിടിക്കുമെന്നറിയാം, നമ്മളല്ലാതെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാമ്പിനെ ഭക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നേരിട്ടെ നോക്കി അയര വലിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റവൻ്റെ കണ്ടായിരിക്കാം, ചിലപ്പോൾ ഇവൻ്റെ തന്നെ ആയിരിക്കാം. മറ്റവനെ പേടിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കാവേ. എന്താണെങ്കിലും പുള്ളി വളരെ ബന്ധപ്പെട്ട് അതിനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്താണെങ്കിലും വെറൈറ്റി ഒരു കാഴ്ചയായിരുന്നല്ലേ. അങ്ങനെ നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് പോവുകയാണ്. ജൂൺ 15 പാർക്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ നല്ല രീതിയിൽ മഴ കിട്ടും. ആ മഴയത്ത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. നമ്മൾ ആദ്യം കണ്ടൊരു കവാടമില്ലേ, ആ കവാടമൊക്കെ വെള്ളപ്പൊക്കത്തിൽ മൂടി പോകാറുണ്ട്. അത്രമാത്രം മഴ ഇവിടെ കിട്ടാറുണ്ട്. മഴയ്ക്ക് ശേഷം ഒക്ടോബർ പകുതിയോടെ പാർക്ക് റീഓപ്പൺ ചെയ്യും. ആ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ റോഡിൽ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. റോഡ് സൈഡിലൊരു മ്ലാവ് നിൽക്കുന്നു. ഇവിടെ റോഡ് സൈഡിൽ ഹൈനയൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലെസ് ടീം സൈനിങ് യു.